വെൽക്കം ടു ഇംതിയാസ് ആൻഡ് രേഹ എഡ്ടെക്. നമ്മളൊരു പുതിയ സംരംഭമാണ്. ഞാനും എൻ്റെ മകളുമാണ്. നമ്മൾ രണ്ടുപേരും വി ആർ വെരി പാഷനേറ്റ് അബൌട്ട് ടീച്ചിങ്. നമ്മുടെ ഒന്നാമത്തെ ഒരു സംരംഭമാണിത്, സ്മാർട്ട് ടീച്ചിങ് വിത്ത് ChatGPT. വി ആർ പാഷനേറ്റ് അബൌട്ട് ടീച്ചിങ് ആൻഡ് വി വോണ്ട് ടു ഹെൽപ്പ് യു. എല്ലാം കൂടെ ഇറ്റ്സ് ലെസ് ദെൻ 90 minutes total videos. So let us see. Let me tell about ourselves. എൻ്റെ പേര് ഇംതിയാസ് അഹമ്മദ്. കറൻ്റ്ലി സെൻറ്റർ ഫോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ ഹെഡാണ്. ഞാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ PhD ചെയ്തു. ആൻഡ് മോർ ദൻ 30 years ഓഫ് എക്സ്പീരിയൻസ്. എൻ്റെ മകളുടെ പേര് രേഹ നസ്വി. ഷീ ഈസ് എ ഫൈനൽ സെമസ്റ്റർ BEd സ്റ്റുഡൻറ്റ്. ഫറൂഖ് ട്രെയിനിങ് കോളേജിൽ പഠിക്കുന്നു. She did her BA English from TKM College of Arts and Science. We feel that നമ്മൾ രണ്ടുപേരും പരസ്പര പൂരകങ്ങളാണെന്നുള്ളത്. എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്. മോൾക്ക് ഇപ്പോഴത്തെ ജനറേഷൻ്റെ തോട്ട്സ്, ഇപ്പോഴത്തെ ജനറേഷൻ്റെ പഠിക്കുന്ന രീതികൾ, ഇപ്പോഴത്തെ പെഡഗോഗിയിലെ പുതിയ പുതിയ ആസ്പെക്റ്റുകൾ, എഡ്യൂക്കേഷൻ എങ്ങനെ പഠിപ്പിക്കണമെന്ന് ശാസ്ത്രീയമായിട്ട് ഫറൂഖ് ട്രെയിനിങ് കോളേജിൽ നിന്ന് പഠിക്കുകയാണ്. ഓൾമോസ്റ്റ് പഠിച്ചു കഴിഞ്ഞു. എനിക്കാണെങ്കിൽ മാത്സും കമ്പ്യൂട്ടർ സയൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിംഗ് ഒക്കെ അറിയാം. അപ്പം അവിടെയും ലേണിംഗ് ആണ്, മെഷീൻ ലേണിംഗ്. എൻ്റെ ഏരിയ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ആണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ലേണിംഗ്, ടീച്ചിങ് ആൻഡ് ലേണിങ്ങിൽ വളരെ താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഹോപ്പ് എൻ്റെ എക്സ്പീരിയൻസും മോളുടെ പുതിയ ടെക്നോളജിയെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടും, കുട്ടികൾക്ക് എന്താ വേണ്ടുന്നതെന്ന്, അവൾക്ക് കുട്ടികളായിട്ട് യങ്ങറായതുകൊണ്ട് ഇപ്പോഴുള്ള കുട്ടികളുടെ ട്രെൻഡും അവരെന്താണ് ഒരു ടീച്ചറിൽ നിന്നൊരു ക്ലാസ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നുള്ളത് അറിയാം. സോ വി hope that this set of videos will really help you to become smart teachers. ഈ കോഴ്സിനെ പറ്റി പറയാമെന്ന് വെച്ചാൽ ഒന്നാമത്തെ വീഡിയോയിലാണ് നമ്മളുള്ള ഈ കോഴ്സ് എന്താണെന്ന് പറയുന്ന വീഡിയോ. പണ്ട് കാലത്ത് എൻ്റെ ഈ കോഴ്സ് ഈ വീഡിയോ എടുക്കുമ്പം എൻ്റെ മനസ്സിൽ ഒത്തിരി ടീച്ചേഴ്സിൻ്റെ മുഖം വരുന്നുണ്ട്. അവരെല്ലാം ഗ്രേറ്റ് ടീച്ചേഴ്സായിരുന്നു. അവരൊരു ചോക്കും ഡസ്റ്ററും ആയിട്ട് ക്ലാസ്സിൽ വരും. അവർ പ്രിസ്ക്രൈബ് ചെയ്ത ടെക്സ്റ്റും അതല്ലാതെ അവർ 2-3 ബുക്കുകളൊക്കെ വായിച്ച് കാണും. നമ്മൾ പഠിതാക്കൾ പുസ്തകങ്ങളൊന്നും അധികം കണ്ടു കാണത്തില്ല. നമ്മുടെ വിജ്ഞാനമൊക്കെ വളരെ കുറവാണ്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ഈ ഗുരുക്കന്മാർ പറയുന്ന ഫുള്ള് കേൾക്കാനുള്ള ഒരു ഭയങ്കര ഒരു വളരെ റിസപ്റ്റീവായിട്ട് ഇരുന്നിരിക്കുന്നത്. ഇപ്പം കാലം മാറി. ഇപ്പം കുട്ടികൾക്ക് പല ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. കുട്ടികൾ നമ്മളെക്കാളും മിടുക്കരാണ്. അവർക്ക് പല കാര്യങ്ങളും അറിയാം. അവർക്ക് പല സംഗതിയെ പറ്റിയിട്ട് അവരുടെ വിരൽ തുമ്പിലുണ്ട്. അവരും ChatGPT ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ പിന്നെ അവർ അറ്റൻഷൻ സ്പാൻ, ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അറ്റൻഷൻ സ്പാൻ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു സ്മാർട്ട് ടീച്ചർ ആണെങ്കിൽ നമ്മൾ ലേറ്റസ്റ്റ് കുട്ടികളുടെ അടുത്ത് ഇടപെടണം. അവരെന്താണ് ആഗ്രഹങ്ങളെന്ന് മനസ്സിലാക്കണം. അവരുടെ പൾസ് മനസ്സിലാക്കണം. അപ്പോൾ അതിന് ചിലപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് പ്ലാൻ ചെയ്യാനൊക്കെ വലിയ വിഷമമായിരിക്കും. പണ്ട് ഒരു കാര്യം പറയും, പ്ലാനുമായിട്ട് വരുമോ? പണ്ട് സിമ്പിൾ ബിൽഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് പെരുന്തച്ഛനൊന്നും കമ്പ്യൂട്ടറൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഈവൻ ഡ്രോയിങ് തന്നെ വലിയ വലിയ കാൽക്കുലേഷനൊന്നും ഇല്ലാതെയാണ്, മനസ്സിൽ തന്നെയാണ് കാൽക്കുലേഷൻ. പെരുന്തച്ഛൻ ഒരു ഭയങ്കര എഞ്ചിനീയറാണ്. പക്ഷേ ഇപ്പം നമുക്ക് ബിൽഡിംഗ് എടുക്കണമെങ്കിൽ പല കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതേപോലെ ഇപ്പോഴത്തെ കുട്ടികൾ പഠിക്കുന്ന കണ്ടൻറ്റും വളരെ കൂടുതലാണ്. നമ്മൾ പഠിപ്പിക്കേണ്ട കണ്ടൻറ്റും കൂടുതലാണ്. കുട്ടികൾക്ക് പല കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് വി ഹാവ് ടു ബി നോട്ട് ഓൺലി എ ഹാർഡ് വർക്കിംഗ് ടീച്ചർ, വി ഹാവ് ടു ബി എ സ്മാർട്ട് ടീച്ചർ. അതിന് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന എല്ലാ ടൂളും ഉപയോഗിക്കണം. ഒരു ടൂളാണ് ChatGPT. അപ്പോൾ ഇത് പലരും ഉപയോഗിക്കുന്നുണ്ടാവും. ഉപയോഗിക്കാത്തവർക്ക് ഇത് സെൽഫ് കണ്ടെയ്ൻ ആക്കാൻ വേണ്ടി എങ്ങനെ ChatGPT ഉപയോഗിക്കുക എന്നുള്ളത്, ഏത് ടൂളിനെ പോലെ തന്നെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു ട്രെയിനിങ് വേണം. അതുകൂടാതെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കായിട്ടുള്ളൊരു ഏലുണ്ടാവും, നമുക്കായിട്ടുള്ളൊരു രീതി ഉണ്ടാവും, നമുക്കായിട്ടുള്ളൊരു കംഫർട്ട് സോൺ ഉണ്ടാവും. എന്ത് സംശയം വന്നാലും ChatGPT ചോദിക്കാം. ഈ കോഴ്സിലൂടെ പോകുന്നതോടുകൂടി നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവും.
പിന്നെ സ്പെസിഫിക്കായിട്ട് ഞാൻ ഓർത്തു 2-3 കാര്യങ്ങൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തുണ്ടാവും, പല കാര്യത്തിനും വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ലെസൺ പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം വളരെ പ്ലാൻഡായിട്ട് നീങ്ങിയില്ലെങ്കിൽ നമുക്ക് പോർഷൻ എല്ലാം കുട്ടികളിൽ എത്തത്തില്ല. ഔട്ട്കം ഉണ്ട്, ലേണിംഗ് ഔട്ട്കം ഉണ്ട്. നമ്മളൊരു പഠിപ്പിച്ച് കഴിഞ്ഞാൽ അത്രയും ലേണിംഗ് ഔട്ട്കം ഉണ്ടാവണം. പിന്നെ ഇപ്പോഴാണെങ്കിൽ പല സ്കൂളിലും ഒക്കെ മോണിറ്ററിങ്ങും ബുക്ക് കീപ്പിംഗ് ഒക്കെ ഉണ്ട്. അതിന് ഒത്തിരി സമയം കളയേണ്ടി വരും. അപ്പോൾ ലെസൺ പ്ലാൻ നമ്മൾ പറയുന്ന ഡിസൈനിൽ ChatGPT കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനെ പറ്റിയിട്ട് ഉള്ളതാണ് 3-ാമത്തെ വീഡിയോ. 4-ാമത്തെ വീഡിയോ വർക്ക്ഷീറ്റ്. നമുക്കിപ്പോൾ വർക്ക്ഷീറ്റ് ചിലപ്പോൾ നമുക്ക് സ്വന്തം ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യണം. പിന്നെ നമുക്ക് സമയമില്ല അല്ലേ, ഒരു 5 പേജ് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഒത്തിരി സമയം എടുക്കത്തില്ലേ. അപ്പോൾ നമ്മൾ മനസ്സിൽ എന്താ ഉള്ളതെന്ന് ChatGPTയോട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ChatGPT ഒരു വർക്ക്ഷീറ്റ് ഉണ്ടാക്കി തരും. ചിലപ്പോൾ അതിനൊന്നുകൂടെ ഐറ്ററേറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. പിന്നെ അടുത്തത്, ഇപ്പോഴത്തെ കാലത്ത് ഈ കോഴ്സിൽ ChatGPT കൊണ്ട് എനിക്ക് പഠിപ്പിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഗുണം കിട്ടിയത് ഈ ക്ലാസ് റൂം ആക്ടിവിറ്റി. ഇപ്പം ഇംഗ്ലീഷൊക്കെയാണെങ്കിൽ നമുക്ക് ആക്ടിവിറ്റി പറയാം, ഒരു ഡ്രാമ കളിച്ച് കാണിക്കാൻ വേണ്ടി പറയാം. മാത്സിനൊക്കെ നമ്മുടെ കാലത്തൊന്നും അങ്ങനെ ആക്ടിവിറ്റി ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവും, പ്രത്യേകിച്ച് നമ്മൾ പുതിയ ജനറേഷന്. ഇപ്പം പക്ഷേ സ്കൂളിലൊക്കെ ആക്ടിവിറ്റി ഉണ്ട്, ChatGPT ഇല്ലാതെ തന്നെ ആക്ടിവിറ്റി ഉണ്ട്. എൻ്റെ ബ്രദറിൻ്റെ മോന് ചെറിയ ക്ലാസ് പഠിക്കുന്നവൻ ട്രയാങ്കിളൊക്കെ വെട്ടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ട്രയാങ്കിൾ വെട്ടി ഉണ്ടാക്കിയാൽ ട്രയാങ്കിളിൽ 3 സൈഡാണെന്ന് അങ്ങ് മനസ്സിലാവും നിർബന്ധമായിട്ടും. അപ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് പെട്ടെന്ന് ഒരു മെൻ്റൽ ബ്ലോക്കൊക്കെ ഉണ്ടാവും. ഒരു ആക്ടിവിറ്റി, നാളത്തേക്ക് ഒരു ആക്ടിവിറ്റി ഡിസൈൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ChatGPTയുടെ സഹായം ഉപയോഗിക്കാം. ഇപ്പോൾ ChatGPTയോട് ചോദിക്കാം ആക്ടിവിറ്റി വേണം, എന്നിട്ട് ആക്ടിവിറ്റി നമ്മൾ റിവ്യൂ ചെയ്യുക. നല്ലതാണെങ്കിൽ എടുക്കുക, കൊള്ളത്തില്ലെങ്കിൽ അത് മാറ്റാൻ പറയാം. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ, ഫോർമേറ്റീവ് അസസ്മെൻറ്റിനും സമ്മേറ്റീവ് അസസ്മെൻറ്റിനും ക്വസ്റ്റ്യൻ പേപ്പർ ജനറേറ്റ് ചെയ്യണം. അതിനും ChatGPT എങ്ങനെ ഉപയോഗിക്കാമെന്ന് പറയും. അവസാനത്തെ വീഡിയോയിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ വർക്ക്ഷീറ്റ് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. ആക്ടിവിറ്റി, ഇപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഓൺലൈനിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ChatGPTയോട് വെച്ച് അതും പറ്റുമായിരിക്കും. എന്നാൽ ഞാൻ ഒരു വർക്ക്ഷീറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഐ വിൽ ഷെയർ ദറ്റ് വർക്ക്ഷീറ്റ് വിത്ത് യു. ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങളത് നിർബന്ധമായിട്ട് ചെയ്തിട്ട് നമ്മളെ പോർട്ടലിൽ സബ്മിറ്റ് ചെയ്യണം. പിന്നെ എന്താണ്, ഒരു സമ്മേറ്റീവ് അസസ്മെൻറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതും അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഉത്തരവും നമ്മൾ പോർട്ടലിൽ സബ്മിറ്റ് ചെയ്യണം. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ ഇനി എങ്ങനെ പോകണം എന്നുള്ള കാര്യം കൂടെ പറയും. അപ്പോൾ ഈ നമ്മുടെ ലക്ഷ്യം, ഈ കോഴ്സിൻ്റെ ഔട്ട്കം എന്താണ്? യു വിൽ ബി ഏബിൾ ടു യൂസ് ChatGPT ടു ബിക്കം എ മോർ എഫക്റ്റീവ് ടീച്ചർ. അത് ഈ കോഴ്സിൽ പഠിപ്പിക്കുന്ന സെൽഫ് ലേണിങ്ങിലുള്ള കേപ്പബിലിറ്റി കൂടെ ഉണ്ടാക്കും. അപ്പോൾ സ്പെസിഫിക്കായിട്ട് ഇത് കൃത്യമായിട്ട് പഠിപ്പിക്കും. ഹൗ ടു യൂസ് ChatGPT. യു വിൽ ബി ഏബിൾ ടു യൂസ് ChatGPT ടു ജനറേറ്റ് ലെസൺ പ്ലാൻ ആൻഡ് വർക്ക്ഷീറ്റ്, design activities and prepare question papers for formative and summative assessment. അതിലൂടെ എന്തുകൂടെ പറ്റും, യു വിൽ ബിക്കം എ മോർ എഫക്റ്റീവ് ടീച്ചർ. ഇത് മാത്രമല്ല, നിങ്ങൾക്കിത് ഉപയോഗിക്കുമ്പോൾ പല ഐഡിയാസ് വരും. ആ ഐഡിയാസ് ഉപയോഗിച്ചിട്ട് കുട്ടികൾക്ക് ഒരു സ്നേഹവും സന്തോഷവും ഒക്കെ പിന്നെ നിങ്ങളുടെ കമൻസ് ആൻഡ് സജഷൻസ് നൽകുന്ന രീതിയിലുള്ള ഒരു ടീച്ചറായിട്ട് മാറാൻ പറ്റും. എന്ത് കമൻസ് നമ്മൾ പോർട്ടലിൽ അതിനുള്ള സംവിധാനം ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഇനി എന്തൊക്കെ വീഡിയോസ് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അതും പറയണം. ഈ കണ്ടൻറ്റിൽ നിങ്ങൾക്ക് ChatGPT ഉപയോഗിച്ച് ഇൻ പർട്ടിക്കുലർ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും പറയണം. സോ താങ്ക് യു, ബൈ.